ആഹാ, വല്ലാതെ തണുക്കുന്നു. ഏയ്, കേൾക്കുന്നുണ്ടോ? ആ ആ വാതിലും ജനലും ഒക്കെ നല്ലപോലെ അടയ്ക്ക്. ആ ഇപ്പൊ തന്നെ ചെയ്യാം. ശരി. ആ മോളെ, ആ അച്ഛാ. നീ ഇവിടേക്ക് വരുമ്പോഴുണ്ടല്ലോ, ആ അവിടെ വെച്ചിട്ടുള്ള ചൂള ഇവിടെ മുറിയിലേക്ക് എടുത്തോണ്ട് വരണം. ആ ശരി അച്ഛാ. ഒന്ന് കേട്ടെ, രാത്രി ഒരുപാടായി, ഉറക്കവും വരുന്നുണ്ട്. വരൂ, നമുക്ക് എല്ലാവർക്കും ഉറങ്ങാൻ പോവാം. ആ ശരി. നിൽക്കൂ അമ്മേ. ഞാനിന്ന് പത്രത്തിൽ വായിച്ചിരുന്നു, ചൂള മുറിയിൽ വച്ചിട്ട് ഉറങ്ങിയതുകൊണ്ട് ഒരു കുടുംബത്തിലെ എല്ലാവർക്കും അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന്. എന്ത്? ഹാ, അതെങ്ങനെ? അമ്മേ, ചൂള കത്തുമ്പോൾ മുറിയിലെ ഓക്സിജനും കത്തി ഇല്ലാതാകാൻ തുടങ്ങുന്നു. ആ, അതുമല്ല, ക്രമേണ 4 പാടും പുക അടിഞ്ഞുകൂടുന്നു. അതുമൂലം ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഒടുവിൽ ഓക്സിജന്റെ കുറവ് കാരണം മനുഷ്യന്റെ മരണം സംഭവിക്കുന്നു. ഇത് വളരെ അപകടമാണല്ലോ മോളെ. ശരി, നമ്മൾ ഇനി ഇക്കാര്യം ശ്രദ്ധിക്കും. അതായത് കത്തുന്ന ഒരു വസ്തുവും ഇനി മുറിയിൽ അടച്ചു വെച്ചിട്ട് ഉറങ്ങുകയില്ല. സബാഷ് മോളെ, സബാഷ്. നീ ഇന്ന് നമ്മളെ എല്ലാവരെയും രക്ഷിച്ചു. ഞങ്ങൾക്ക് നിന്നിൽ അഭിമാനമുണ്ട് മോളെ. ആരോ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, മകൾ വീടിന്റെ അഭിമാനമാണെന്ന്. എന്താ? ചിട്ടമുറിയിൽ ചൂള കത്തിച്ച് ഉറങ്ങിയാൽ ശ്വാസം മുട്ടാൻ തുടങ്ങി. ആളുകൾക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നു. ഓർമ്മിക്കുക, അടച്ചിട്ട മുറിയിൽ ചൂളയോ മറ്റേതെങ്കിലും കത്തുന്ന വസ്തുവോ കത്തിച്ചുവച്ച് ഒരിക്കലും ഉറങ്ങരുത്. ഇത് മരണത്തെ ക്ഷണിച്ചു വരുത്തുന്നത് പോലെയാണ്.